കൂട്ടിട്ട് പോട്ടെ കൂട്ടിട്ട് പോട്ടെ കൂട്ടിട്ട് പോട്ടെ. അപ്പൊ ഡ്രസ്സ് വെക്കട്ടെ മാറി. ബാഗ് വെക്കട്ടെ ഡ്രസ്സ് വെക്കട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് പാലക്കാട് നിന്ന് തിരിച്ച് കോട്ടയത്തേക്ക് പോയാലോ? പാലക്കാട് വന്നിട്ട് കുറച്ച് ദിവസമായി, അപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരമാണ് ട്രെയിന്. വൈകുന്നേരം 4:05 പാലരുവി. അത് പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഡ്രസ്സെല്ലാം മടക്കി വയ്ക്കും, ഇവനെല്ലാം അലങ്കോലാക്കി തരും. ബാഗ് വെക്കട്ടെ ഡ്രസ്സ് വെക്കട്ടെ. ഇരിക്കട്ടെ അതിരിക്കും നോക്കട്ടെ. ഇരിക്കും അതോട്ട് ഒളിച്ചും പൊലിച്ചിരിക്കും. അത് ഇവിടെ അത് ഇവിടെ അമ്മ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് കൂട്ടിട്ട് പോട്ടെ കൂട്ടിട്ട് പോട്ടെ കൂട്ടിട്ട് പോട്ടെ. അപ്പൊ ഡ്രസ്സ് വെക്കട്ടെ മാറി. അതുകൂടാതെ അവൻ്റെ അടുത്ത കളിയാണ്, നമ്മൾ ഡ്രസ്സ് ബാഗിലാണ് പാക്ക് ചെയ്യുന്നത്. ആ ബാഗിലിരുന്ന് അവൻ ചാടിക്കളിക്കും. അത് കാണാൻ ഒരു രസമാണ്. അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചിട്ടാണ് ഞാൻ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളൊരു 2 മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. എന്നാൽ തന്നെ നമുക്ക് ട്രെയിൻ കൃത്യസമയത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് അവനൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു 3 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ 2 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അമ്മൂമ്മയെ കണ്ട ശേഷം വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. അമ്മൂമ്മ അടുത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഓട്ടോയിലാണ് കേട്ടോ പോണത്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ 10 മിനിറ്റ് 15 മിനിറ്റ് മതി കേട്ടോ. പക്ഷേ നമ്മൾ നേരത്തെ പോകുന്ന എന്തുകൊണ്ടെന്നാൽ അവിടെ കുറച്ച് നേരം ഇരുന്നാലും കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും കുഴപ്പമില്ല. പെട്ടെന്ന് നമ്മൾ വണ്ടി ബ്ലോക്ക് അവിടെ ചെയ്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു 3-3:30 ആകുമ്പോഴേക്കും ഇറങ്ങി കേട്ടോ. 3 മണിക്ക് ഇറങ്ങിയാൽ എത്തുള്ളൂ. ഇതാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴിയാണ്. നമ്മൾ മേപ്പറമ്പിൽ നിന്ന് നേരെ തിരിച്ചിട്ടാണ് പാലക്കാട് പോകുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. പാലക്കാട് ജംഗ്ഷനെത്തി. ജംഗ്ഷൻ പറയുമ്പോൾ നമ്മൾ പാലക്കാടാണ്, അവിടെ നിന്ന് കേട്ടോ ട്രെയിൻ കയറുന്നത്. അപ്പോൾ അവിടെ എത്തി ഇതാ ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്തു. അച്ഛനും വരുന്നുണ്ട് കേട്ടോ കൂടെ. കാരണം ഏട്ടന് വയ്യായിരുന്നു, കുറച്ച് വയ്യ. അപ്പോൾ ഇവനെ നോക്കാനെങ്കിലും ഒരാൾ കൂടെ വേണമെന്ന് കരുതി അച്ഛൻ നമ്മുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നമ്മൾ
എക്സിലേറ്ററിൽ കയറി 5ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. ഇവൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് പോയിട്ടാണ് കേട്ടോ കയറുക. ലാസ്റ്റത്തെ ബോഗിയിലാണ് കയറുക. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ പിറവറോട് എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ദൂരം നടക്കേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് നടക്കാതിരിക്കാൻ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ നടന്ന് ലാസ്റ്റ് പോയി കയറാം. അപ്പോൾ അവിടെ ഫസ്റ്റ് കിട്ടും. അപ്പം ഞങ്ങൾക്ക് വിൻഡോ സീറ്റിന് കിട്ടിയിട്ടോ. ഇവന് വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഇവിടെ തിരക്കുണ്ടാവില്ല. ഇവിടുന്ന് കഴിഞ്ഞ് അതായത് ഒറ്റപ്പാലം തൃശ്ശൂരൊക്കെ എത്തുമ്പോഴേക്കും അത്യാവശ്യം തിരക്കൊക്കെ വരാം കേട്ടോ. മുത്തശ്ശൻ്റെ കൂടെ അവൻ കളിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം. മുത്തശ്ശനുണ്ട്, പിന്നെ വേറെ ആരും വേണ്ട. അപ്പോൾ ഏട്ടന് വയ്യാത്തത് കൊണ്ടാണ് അച്ഛൻ കൂടെ വന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂടെ കളിക്കുകയാണ്. കൃത്യം 4:05 ആകുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ട്രെയിന്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, മേലെ കയറിയിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു മഴ പെയ്തായിരുന്നു. ഒരുപാട് വലിയ മഴയല്ല, കുഞ്ഞു മഴ പെയ്യുന്നുണ്ട്. അച്ഛൻ മേലെ കയറി ഇരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് കിടക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അത് അച്ഛൻ്റെ കൂടെ അവന് ഇരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മേലെ കയറുന്നുണ്ടായിരുന്നു. അപ്പം മേലെ കയറുമ്പോൾ സുഖമാണ് കേട്ടോ. കാരണം ഒരുറക്കം കഴിയുമ്പോഴേക്കും അത്യാവശ്യം അവിടെ എത്തും. പക്ഷെ എനിക്ക് മേലെ കയറാൻ പേടി എന്താണെന്ന് വെച്ചാൽ ഇവനുള്ളത് കൊണ്ടാണ്. ഇവൻ ഭയങ്കരമായിട്ട് വാശിയാണ്. ഇവനെ താഴെ ഇറങ്ങേണ്ടി വരും. അപ്പോഴേക്കും ചിലപ്പോൾ സീറ്റ് പോകാൻ സാധ്യതയുണ്ട്. കാരണം തിരക്ക് വരാൻ സാധ്യതയുണ്ടപ്പോൾ നമുക്ക് സീറ്റ് കിട്ടില്ല. അപ്പം ഞാൻ മേലെ കയറണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ഞാനും മേലെ കയറിയിട്ട് ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അവനും ഉറങ്ങി. കാരണം അവൻ ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് അപ്പോൾ ട്രെയിനിൽ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഏട്ടൻ അവിടെ താഴെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ മേലെ കയറി അവനെ ഉറക്കി. ഞാനും കുറച്ച് നേരം കിടന്നു. ഉറങ്ങിയിട്ടില്ല, കുറച്ച് നേരം കിടന്നു. അവൻ തൃശ്ശൂർ എത്താറാകുമ്പോഴാണ് കേട്ടോ എണീച്ചത്. അതുവരെ ഉറക്കമായിരുന്നു. അങ്ങനെ തൃശ്ശൂർ എത്തുമ്പോഴേക്കും ഞാൻ താഴോട്ട് വന്നു കേട്ടോ. കാരണം തിരക്ക് വന്ന് ചിലപ്പോൾ സീറ്റ് പോകാൻ സാധ്യതയുണ്ടെന്ന് കരുതി. അപ്പോൾ ഞാൻ താഴോട്ട് തന്നെ വന്നു. താഴോട്ട് വന്നിട്ട് ഇവൻ ഈ ചെവി അടച്ചു വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിൻ പോകുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പേടിച്ച് പോകും. അപ്പോൾ അവൻ പേടിക്കാതിരിക്കാൻ അവൻ്റെ ചെവി അടച്ചു വയ്ക്കും. അത് കണ്ടിട്ട് അവനും കേട്ടോ ട്രെയിൻ വരുന്ന സമയത്ത് അവൻ്റെ ചെവി തന്നെ അടച്ചോളൂ കേട്ടോ. അപ്പോൾ ട്രെയിൻ വരുമോ എന്ന് പേടിച്ചിട്ടാണ് അവൻ ചെവി അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവന് ഇടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മുന്തിരി വാങ്ങിപ്പിച്ചായിരുന്നേ. അപ്പം മുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം പൊളി ഉണ്ടായിരുന്നു മുന്തിരിക്ക്. പക്ഷെ അവന് മുന്തിരി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അവന് ഇടയിൽ വിശക്കുകയാണെങ്കിൽ, കാരണം ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഇടയിൽ വിശക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്, ഒരു ചെറിയ സ്നാക്സ് പോലെ കരുതിയിട്ടാണ് മുന്തിരി വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്താറായിട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടിയേ ഉള്ളൂ കേട്ടോ. ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പോണ ഒരു വ്യൂ ആണ് കേട്ടോ. ഞാൻ ഒരു സ്ലോ മോഷനിലേക്ക് എടുത്താണ്. If we tried it, we can make it. But don't we ever just take some chances and stop your thinking and start your living? Get your shoes on, we're going dancing. These little problems, we could solve them. Try another
I know you got one, but there's no hurry. The limelight's calling in the van we're driving to Austin. ഇറങ്ങി കുറച്ച് നടക്കാനൊന്നുമില്ല, ഫ്രണ്ടിൽ തന്നെ പോകാൻ പറ്റും. This feels like time is making fun of me. ഇവിടുന്ന് ഓട്ടോ തന്നെ ഞങ്ങൾ രണ്ടുപേരാണ് ഈ സാധാരണ Ticking away at the walls and I can barely breathe. പിന്നെ പുറത്ത് 3 പേരുണ്ടല്ലോ, അന്ന് This might be my only chance to leave. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസത്തെ വെക്കേഷൻ തിരിച്ച് വീട്ടിലോട്ട് വന്നിരിക്കുന്നു. Let's not അപ്പം miss ഇന്നത്തെ this വീഡിയോ opportunity. വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.